സാജൻസ് കറിയ എന്ന് പറഞ്ഞ വ്ളോഗർ പറഞ്ഞേക്കുന്നത് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ടേ ഇല്ല. ഇത് പിന്നെ എന്നതാണ് ഈ പ്രൊമോട്ട് ചെയ്തത്? മതിൽ പണിതത് മറുനാടൻ. ഇത് പ്രൊമോഷൻ അല്ലേ ചേട്ടാ? സാജൻസ് കറിയ എടാ നീ വെറുതെ ആവേശം കാണിച്ച് വള്ളി പിടിക്കില്ലേട്ടാ. ഇങ്ങോട്ട് വെള്ളം ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് ഇടിഞ്ഞ് താഴോട്ട് പോകും. അതാണ് അവസ്ഥ. വലിയ കോടാലിയായല്ലോ. ഇത് വീണ്ടും ഇങ്ങനെ വിവാദത്തിലേക്ക് അവര് തന്നെ നയിക്കുന്നത്. അതെ നിങ്ങൾ പിന്നെ ഒന്നും ചെയ്യുന്നില്ലല്ലോ അല്ലേ? രേണു സുധിയുടെ കരച്ചിൽ നിർത്തി. അത് സാജൻസ് കറിയ എന്ന് പറഞ്ഞ യൂട്യൂബർ. നല്ലതാണ്, സഹായം ചെയ്ത് എല്ലാവർക്കും കിട്ടും പണി കൊടുക്കണം. ഇവിടെ കയറി വന്ന് ന്യായം അന്യായം പറയാൻ നമ്മളാരാണാവോ? നമ്മൾ വെറും വഴിവാക്കര്. രേണു സുധിയുടെ ഈ കരച്ചിൽ നിർത്താൻ അയാളാരാ? രേണു സുധിയുടെ ഈ കരച്ചിൽ നിർത്താൻ അയാളാരാ? അയാള് ഞാനൊരു വഴിപോക്കനാ. ഈ മതിൽ ഒരടിയോളം ഇപ്പൊ മറിഞ്ഞാണ് നിൽക്കുന്നത്. ഇതാണ് ഈ നന്മ മരമാകുന്ന സാജൻസ് കറിയ ഈ വീടിന് വേണ്ടി ചെയ്തിട്ട്. എങ്ങനെ ഇരിക്കണം? നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. ഈ സാജൻസ് കറിയ എന്ന് പറഞ്ഞ യൂട്യൂബറിന് എവിടെ ഈ അധികാരം കിട്ടിയത്? അവിടെ രേണുവിന്റെ പിന്നെ ചാനൽ സ്വന്തമായിട്ടുണ്ട്, അല്ലെ യൂട്യൂബ് സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കയറിയിരുന്നുണ്ട് ഒരു പാവങ്ങളെ വെറും നികൃഷ്ടം എന്ന രീതിയിൽ, എണ്ണത്തക്ക രീതിയിൽ നാട്ടുകാരുടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ യൂട്യൂബർ ആയ ഈ സാജൻസ് കറിയൊക്കെ ആരാ? അത് ശരിയാണ്, ആരാ? ഇതാണ് ഈ നന്മ മരമാകുന്ന സാജൻസ് കറിയ ഈ വീടിന് വേണ്ടി ചെയ്തിട്ട്. ഇപ്പൊ മനസ്സിലായില്ലേ ആരാന്ന്? കുറച്ചെങ്കിലും നന്ദി വേണം. എന്നാ നന്മ മരവാ? ഇവിടെ ഇങ്ങോട്ട് പൊട്ടിയിട്ടുണ്ട്. എന്നെ കാണുന്ന ഇത് കേൾക്കുന്ന നിങ്ങൾ എന്താണെന്ന് വെച്ച് തീരുമാനിച്ച് നിങ്ങൾ കമൻ്റ് ഇടുകയോ എന്നെ തെറി വിളിക്കുകയോ എൻ്റെ മക്കളെ അധിക്ഷേപിക്കുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് വേണമല്ലോ കേസ് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാനായിട്ട്. ഒന്ന് ഓർക്കണം, ഞങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്തിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളെ താത്തിക്കെട്ടി ലോകത്ത് നിന്ന് മാറ്റപ്പെടാനാണ് ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഭയങ്കരം തന്നെ. രണ്ട് കൈയെടുത്ത് തൊഴുതു പറയാ, ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിട്. പ്രളയം വന്ന് സർവ്വത് നശിച്ചാലും നിനക്കറിയാം അത് സംഭവിക്കില്ല എന്ന്. കണക്ക് പുറത്ത്. അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി എല്ലാരും പിരിഞ്ഞു പോയി.